കുട്ടിയും അമ്മയും കടയിൽ വന്ന് കയറിയപ്പോൾ സയൻസ് പ്രോജക്റ്റിന് വേണ്ടി ഉപകരണങ്ങൾ അന്വേഷിക്കുന്ന മിടുക്കനാണെന്നാണ് കരുതിയത്. പക്ഷേ ഞങ്ങൾക്ക് തെറ്റി. ഇവൻ പ്രായത്തിൽ കവിഞ്ഞ ഗൗരവക്കാരനായ ഒരു കൃഷിക്കാരനാണ്. തൗഫീഖിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഞാൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയല്ല, പ്രചോദിപ്പിക്കും. തൗഫീഖ് ഹമീദ് ആയിഷ ദമ്പതിമാരുടെ പുത്രനാണ്. വടകര സ്വദേശി, വിദ്യാസദൻ മോഡൽ സ്കൂളിൽ പഠിക്കുന്നു. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വെഞ്ചറിന്റെ വാൾവ് വാങ്ങാൻ. വെഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താ? അത് വളം ഡ്രിപ്പ് ഇറിഗേഷൻ കൂടി കൊടുക്കുന്ന. അതിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ വെഞ്ചുറി? പഠിച്ചില്ല, പക്ഷെ ഇവിടുന്ന് മനസ്സിലായി അല്ലേ കാര്യങ്ങൾ എന്താണ്. സ്കൂളിൽ പോയി ചോദിക്കണം വെഞ്ചുറി സിസ്റ്റം എന്താണ്, സ്കൂളിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അത് എന്താണ് വെഞ്ചുറി സിസ്റ്റം, എങ്ങനെ വെള്ളം താനെ മുകളിലേക്ക് പൊങ്ങുന്നെന്ന് അല്ലേ. എന്നപ്പോൾ ഈ കൃഷിയെല്ലാം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമോ? എന്നപ്പോൾ വേറെ എന്തെല്ലാം മനസ്സിലാക്കുന്നത് കൃഷി ചെയ്യുന്നതിലൂടെ? പിന്നെ ചെടീനെ പറ്റി, മരങ്ങളെ, ചെടികളെ, പച്ചക്കറീനെ പറ്റി മനസ്സിലാവുന്നില്ലേ? എന്തെല്ലാം മനസ്സിലായത്? ഏത് കാലത്താ കൃഷി ചെയ്യേണ്ടേ, വിളവെടുക്കേണ്ട സമയം, എത്ര അളവിൽ വെള്ളം വേണം, കാലാവസ്ഥ. പിന്നെ പിന്നെ കൃഷിക്കാരെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായോ? എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ? വെള്ളമില്ലായ്മ, പന്നി ശല്യം, പിന്നെ കീടങ്ങൾ അല്ലേ, കീടങ്ങളുടെ ശല്യം. പിന്നെ എന്തെല്ലാം വേറെ ഉണ്ടല്ലേ, ഒരുപാടില്ലേ. കൃഷി നമ്മൾ ഉപജീവനായി വേറെ വരുമാനമൊന്നും ഇല്ലാതെ കൃഷി മാത്രമാകുമ്പോൾ ആൾക്കാർ എന്തെല്ലാം ആലോചിക്കും അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരില്ലേ. കൃഷി മാത്രം ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ട് മോൻ എന്ത് തോന്നുന്നു? നേരിടുന്നുണ്ട് അല്ലേ. നമ്മൾ കേരളത്തിൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് 2 വരുമാനം അല്ല 3 വരുമാനം ഉള്ളതുകൊണ്ടാണ് കൃഷി പുറകോട്ട് പോകുന്നത്. കൃഷി മാത്രം ചെയ്യുമ്പോൾ എന്ത് പറ്റും അല്ലേ, നമ്മൾ അതിനകത്തുനിന്ന് തന്നെ കിട്ടണ്ടേ. വിപണിയില്ല കേരളത്തിലൊന്നും ഇപ്പം കൃഷി പച്ചക്കറിക്ക്, ഓർഗാനിക്. പിന്നെ വിപണി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ എന്താണ് കൃഷിക്കാരൻ്റെ വേറെ പ്രശ്നങ്ങൾ? പ്രശ്നങ്ങൾ സമയം തന്നെ. ഇപ്പം വേറെ വേറെ ജോലിക്ക് പോകുന്നതുകൊണ്ട് കൃഷി ആരും ചെയ്യുന്നില്ല, സീരിയസ് ആയി ചെയ്യുന്നില്ല അല്ലേ. എന്നാൽ കൃഷിക്കാരൻ്റെ മോനിത് സ്കൂളിൽ ആൾക്കാർക്കെല്ലാം പറഞ്ഞു കൊടുത്തോ? ടീച്ചേഴ്സിനും കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുത്തോ കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾ? എന്നപ്പോൾ ഈ ചാലഞ്ച് എല്ലാം ഉണ്ടെങ്കിലും കൃഷി എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? അവര് ടൈം പാസ്സാണ്, പിന്നെ ഒരു സന്തോഷമാണ് കൃഷി ചെയ്യുന്നതിലൂടെ. സന്തോഷമുണ്ട് അല്ലേ. അതായത് ഒരു പൂവ് മുട്ടിട്ട് വളർന്ന് വലുതായി കായ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ. ചെടി സന്തോഷിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള സമയത്ത്? അറിയോ, കൃഷിക്കാരനറിയാ ചെടി സന്തോഷിക്കുന്നത് ഇല്ലേ. നല്ല മഴ പെയ്ത് ഉള്ള ദിവസം പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചെടി സന്തോഷിക്കുന്നത് കാണാറുണ്ടോ? ഉണ്ട് അല്ലേ. പൂവല്ലും അല്ലേ, ചെടി സന്തോഷിക്കാൻ. ഇപ്പോൾ ഇത് പൂക്കളിലുണ്ടാവുന്ന സമയമല്ലേ അല്ലേ, പൂക്കളുണ്ടാവുന്ന സമയം അല്ലേ. അന്നപ്പോൾ മോനെ പോലെ വേറെ കുട്ടികളോട് മോൻ എന്താ പറയാനുള്ളത്? പുതിയ തലമുറ കൃഷിയിലേക്ക് പിന്നെ ഇറങ്ങണം അല്ലേ, കൃഷിയിലേക്ക് ഇറങ്ങണം അല്ലേ. കൃഷി നമ്മളെ മെയിനായിട്ടുള്ളൊരു സാധനം അല്ലേ. മോന് നെതർലാൻഡ് എന്ന് പറയുന്നൊരു രാജ്യത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നെതർലാൻഡ്, യൂറോപ്പിലെ. നെതർലാൻഡിൽ ആൾക്കാർ ഇത്രയും വലിയ പരിഷ്കരിച്ചെങ്കിലും നെതർലാൻഡിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് കൃഷി ചെയ്യും. മനസ്സിലായില്ലേ. കൃഷി ആദായകരമായിട്ട് ചെയ്യാൻ പറ്റണം അല്ലേ. അന്നപ്പോഴല്ലേ നമുക്ക് നല്ലപോലെ എല്ലാവരെ പോലെയും കാറിൽ ഓടിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. മോൻ്റെ വീട്ടിൽ വേറെയും വരുമാനം ഉണ്ടല്ലോ അല്ലേ. ഉപ്പ എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ് അല്ലേ. അങ്ങനെ വേറെ വരുമാനം ഉള്ളതുകൊണ്ട് ഇത് ഹോബിയായിട്ട് ചെയ്യാം അല്ലേ. പക്ഷേ ഇത് വലുതാവുമ്പോൾ എന്താണ്, ഹോബി അല്ലാണ്ട് ഫുൾ ടൈം ഇതിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടോ? ഉണ്ട് അല്ലേ. താല്പര്യമുണ്ട്. അതിന് എന്തെല്ലാം വേണ്ടത്? ഒരു കൃഷിക്കാരന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം? സ്ഥലം വേണം, പിന്നെ അതിൻ്റെ
മനസ്സ് തന്നെയാണ് ഫസ്റ്റ് വേണ്ടത്. ആ യെസ്, അതാണ് മനസ്സ് വേണം അല്ലേ. കേരളത്തിൽ ആൾക്കാർക്ക് ആ മനസ്സ് നഷ്ടപ്പെട്ടു പോയി അല്ലേ. കൃഷി ചെയ്യാനുള്ള മനസ്സാണ് നഷ്ടപ്പെട്ടു പോയത് അല്ലേ. ആരും കൃഷിയിലേക്ക് ഇപ്പം വരുന്നില്ല. അതുകൊണ്ടാണ് കൃഷി ചെയ്യാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോയി. ആ മോൻ്റെ പേരെന്താണ് പറയ്? തൗഫീഖ് അല്ലേ. തൗഫീഖിന്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഉമ്മ, ഉപ്പ, പിന്നെയോ അനിയനുണ്ട്, ഒരു ചേച്ചിയുണ്ട് അല്ലേ. എന്നാൽ അവർക്കെല്ലാം എങ്ങനെയാണ് മോനോ ഈ ചെയ്യുന്നതിനെ സഹായിക്കുകയോ അപ്രീഷിയേറ്റ് ചെയ്യോ? സഹായിക്കലുണ്ട് എല്ലാ പണിയിലും. എന്നാൽ പിന്നെ മോനെ ഈ കൃഷി ചെയ്തിട്ട് പഠിക്കുന്നൊന്നുമില്ല എന്നിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും? അങ്ങനെയും പറയുന്നില്ല. പഠിക്കുന്നതിൻ്റെ ഒന്നും പ്രശ്നം തടസ്സമാവുന്നില്ല അല്ലേ. പിന്നെയോ പിന്നെ മൊബൈൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ തലമുറ നല്ല രീതിയിലല്ല. മൊബൈൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ്, നമുക്ക് ആവശ്യ സാധനമാണ്. മോൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് മൊബൈൽ? ഞാനിങ്ങനത്തെ അധികം ഉപയോഗിക്കൽ ഈ ക്ലാസ്സുകളെല്ലാം എന്തിനെ കുഴിച്ചതിനെ പറ്റിയല്ലോ ഇപ്പം ഗൂഗിളിൽ നോക്കിയാൽ ഒന്നും കിട്ടാത്തില്ല. അതെ, അന്നിപ്പം നമ്മൾ മൊബൈൽ ഇങ്ങനത്തെ കാര്യത്തിന് ഉപയോഗിക്കണം അല്ലേ. മോളെ കൂട്ടുകാരോട് പറയലുണ്ടോ നല്ല കാര്യത്തിന് മൊബൈൽ ഉപയോഗിക്കുക, വെറുതെ എന്തെങ്കിലും സമയം കളയാൻ വേണ്ടി മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയാറുണ്ട് അല്ലേ. മോൻ്റെ ഉപ്പയും ഉമ്മയെല്ലാം പറഞ്ഞത് കൃഷി ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മൊബൈലിൽ വെറുതെ കളിക്കുന്ന പരിപാടി ഒഴിവാക്കിയെന്ന. അല്ലേ, ശരിയാണോ? ശരിയാണ് അല്ലേ. ചില ആൾക്കാർ പറയും മൊബൈൽ തീരെ ഉപയോഗിക്കരുത്, അത് പൊട്ടത്തരല്ലേ. ആവശ്യത്തിന് ഉപയോഗിക്കണം അല്ലേ. പുതിയ ടെക്നോളജിയാണ്, ആവശ്യത്തിന് ഉപയോഗിക്കണം അല്ലേ. അതല്ലേ വേണ്ടേ. പിന്നെ മോനെ ഇത് ചെയ്തത് നാട്ടുകാരെല്ലാം അറിഞ്ഞോ? ഇങ്ങനെ കുറെ എത്ര കൃഷി ചെയ്യുന്നുണ്ട് അത് പറയും. കുറെ എത്ര വീട് നിൽക്കുന്ന സ്ഥലത്ത് എത്ര സെന്റ് സ്ഥലമുണ്ട്? 15 സെന്റ് ഉണ്ടാവും. 15. പിന്നെ ടെറസിന്റെ മേലെ ഉണ്ടോ? ടെറസിന്റെ മേലെ കുറച്ച് വൈല, പിന്നെ കുറച്ച് അത്രേ. ഇതിനകത്ത് എന്നോ ചെറിയൊരു സ്ഥലവും ടെറസും ഉണ്ട്. അതിനകത്ത് മോൻ കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്തിട്ട് എന്തെല്ലാം വിളവുകളാ കൃഷി ചെയ്യുന്നത്? വത്തക്ക, വെള്ളരി, പടവല പൊട്ടിക്ക, അങ്ങനെ കുറെ തരണ്ട്. മുളക്, പയര്, വെണ്ട, ക്യാപ്സിക്കലും ചെയ്യുന്നത്. ഓക്കെ. പോളി ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? റെയിൻ ഷെൽട്ടറോ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്തേ അല്ലേ. അന്നപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചോദിക്കട്ടെ, നമുക്ക് എന്ത് വരുമാനം ഉണ്ടാവും? വീട്ടിലെ പച്ചക്കറി എല്ലാം അതിനകത്തുനിന്ന് എടുക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമാനം ഉണ്ടോ? വരുമാനം കിട്ടുന്നുണ്ട്. വരുമാനം എന്ത് ചെയ്യുന്നു നീ? സേവ് ചെയ്യുന്നുണ്ട്. വെരി മിടുക്കൽ. നമുക്ക് കുറച്ച് വലുതായിട്ട് കുറെ ഭൂമി വാങ്ങിക്കണ്ടേ അല്ലേ. അതിന് സേവ് ചെയ്താലല്ലേ നടക്കുള്ളൂ. ഓക്കെ, മിടുക്കൻ. ഇനി പുതിയ തലമുറയോട് മോനെ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും കൃഷിയിലേക്ക് വരിക. കൃഷിയില് ടെറസിലെല്ലാം കുറച്ചെങ്കിലും വീട്ടിൽ ഉപയോഗിക്കാനുള്ളെങ്കിലും എല്ലാവരും ഓർഗാനിക്കായിട്ട് വെച്ചിട്ട്. ഓക്കെ, അതെ, അങ്ങനെ ചെയ്തിട്ട് എല്ലാവരും കൃഷിയിൽ വരണം അല്ലേ. തൗഫീഖിൻ്റെ പ്രവൃത്തിയിൽ അവൻ്റെ മാതാപിതാക്കൾ സംതൃപ്തരാണ്. അവൻ്റെ സ്കൂളിലെ അധ്യാപകർ അവനെപ്പറ്റി അഭിമാന നിർഭരരാണ്. അവനെ ആദരിക്കാനായി പഞ്ചായത്ത് പ്രസിഡന്റും കാർഷിക ഉദ്യോഗസ്ഥന്മാരും വീട്ടിലെത്താറുണ്ട്.